ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുരിങ്ങയിലയുടെ സൂപ്പിൻ്റെ റെസിപ്പിയാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പാണ് നമ്മളെ മുരിങ്ങയില സൂപ്പ്. കാണാൻ അങ്ങനെ നല്ല പച്ച കളറാണെങ്കിലും അതിൻ്റെ കയ്പോ ഒന്നും അറിയേണ്ട നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇത് കുടിക്കുമ്പോൾ മുരിങ്ങയിലയുടെ സൂപ്പാണെന്ന് പോലും മനസ്സിലാവില്ല. അത്രയും ടേസ്റ്റി ആയിട്ട് ആർക്കും ചെറിയ കുട്ടികൾക്കും കുടിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ നമുക്ക് ആദ്യം വേണ്ടത് മുരിങ്ങക്കായ. ഞാനിവിടെ ഒന്നേ എടുക്കുന്നുള്ളൂ, രണ്ടെണ്ണം കാണിക്കുന്ന ഒരു മുരിങ്ങക്കായ ഞാൻ എടുക്കുന്നുള്ളൂ. പിന്നെ ഒരു കൈപ്പിടി മുരിങ്ങയിലയോ. പിന്നെ നമുക്ക് വേണ്ടത് വേവിച്ച് വെച്ച ഇച്ചിരി പരിപ്പ്, 1 കപ്പ് പരിപ്പേനെ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇച്ചിരി പെരിഞ്ജീരകം, പിന്നെ നമ്മുടെ സ്പൈസസ് ആയിട്ടുള്ളത് പട്ട, ഗ്രാമ്പു, ഏലക്ക. പിന്നെ നമുക്ക് വേണ്ടത് 2 പച്ചമുളക്, 2 വെളുത്തുള്ളി. ഇത്ര ഇൻഗ്രീഡിയൻസാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ആദ്യം പാൻ ചൂടാക്കിയിട്ട് അതിലത്ത് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഞാൻ 1/2 ടേബിൾ സ്പൂൺ ജീരകം, നല്ല ജീരകം ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മളെടുത്ത് വെച്ച സ്പൈസസ്, കുരുമുളക്, പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. അത് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളകും വെളുത്തുള്ളിയും ഒന്ന് ചതുക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. അത് ചതുക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് ഇടിക്കല്ലൊന്നുമില്ല. ഞാൻ ഈ ഗ്ലാസ്സിൽ ഇങ്ങനെ ചപ്പാത്തിക്കോല് വെച്ച് ഇങ്ങനെ ചുമ്മാ ചതുക്കുകയാണ് ചെയ്യുന്നത്. അത് വഴണ്ടി വരുമ്പോഴത്തേക്ക് നമ്മളിതിൽ എടുത്ത് വെച്ച് മുരിങ്ങയില, ഒരു മുരിങ്ങ ഞാനിവിടെ ചേർക്കുന്നുള്ളൂ. അത് 4-5 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് എടുത്ത് വെച്ച സവാള, ഞാനിവിടെ ഇപ്പോൾ ഒരു സവാളയുടെ പകുതി ചേർക്കുന്നുള്ളൂ. ഒരു മീഡിയം സവാളയുടെ പകുതി, അത്രയും മതി നമുക്ക്. സവാള ഒന്ന് പച്ചപ്പ് മാറണം. സവാള ഒന്ന് വഴറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുത്തു വെച്ച പരിപ്പ്, വേവിച്ച് വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഇതിനകത്തേക്ക് ഞാൻ 1 ലിറ്റർ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ലിറ്റർ സാധാരണ വെള്ളം, പച്ചവെള്ളമാണ് ചേർക്കുന്നത്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കിപ്പോൾ ഇടാം. പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾ ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മുരിങ്ങ എന്നില്ല നമ്മളിനിയൊന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു പൊടി സോഡാപ്പൊടി ചേർത്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ കളറൊന്നും മങ്ങാണ്ടിരിക്കാനാണ്. അതിനകത്തേക്ക് നമ്മൾ കഴുകി വെച്ച മുരിങ്ങയില ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 1 മിനിറ്റ് തിളച്ചാൽ മതി. ഒരു മിനിറ്റായി, അതുകൊണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തേ. ഇനി നമുക്കിത് അതിനെ ആറുന്ന സമയം കൊണ്ട് നമുക്ക് സൂപ്പ് തിളയ്ക്കുന്നുണ്ടോ നോക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പ് ഏകദേശം തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ച മുരിങ്ങയില, നമ്മുടെ മുരിങ്ങയില സ്ട്രെയിൻ ചെയ്തിട്ട് ഞാനത് തണുപ്പ് മാറിയ ശേഷം മിക്സിയിലിട്ട് അരച്ചെടുത്താണ് ഇത്. അത് ഞാനിതിൽ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ആ മുരിങ്ങയില നമ്മൾ സ്ട്രെയിൻ ചെയ്തിട്ട് തണുപ്പ് മാറിയ ശേഷം മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സൂപ്പ് തിളയ്ക്കുമ്പോൾ അതങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഒരു ഗ്രീൻ കളറായിട്ടുണ്ട് നമ്മുടെ സൂപ്പ്. ഇനി നമുക്കത് അങ്ങനെ അത് സ്ട്രെയിൻ ചെയ്തെടുക്കാം. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇതാ നമ്മുടെ സൂപ്പ് ഫൈനലി ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതൊരു ഓൾമോസ്റ്റ് ഒരു 3-4 പേർക്ക് കുടിക്കാനുണ്ടാവും. നല്ല ചൂടോടെ തന്നെ കുടിക്കുന്ന ഏറ്റവും നല്ലത്. ആ മുരിങ്ങ ഞാൻ ഇതിലോട്ട് എടുത്തിടുക.
അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ദിസ് വീഡിയോ ഈസ് സ്പോൺസർഡ് ബൈ ബൈമോട്ട് ഓൺലൈൻ ഷോപ്പ്.